വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. അങ്ങനെ തഞ്ചാവൂരിലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബൃഹദേശ്വര ടെമ്പിളിന്റെ മുന്നിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളിൽ പോയി ഭഗവാനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കും. ഇതൊരു ലൈവ് ടെമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാധാരണ നമ്മൾ കാണുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് പോലെ അല്ല, ഡൈലാപ്പിലേറ്റഡ് കണ്ടീഷൻ അല്ല, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോണുമെന്റ് മാത്രമല്ല. ഇതിന്റെ അകത്ത് പൂജയും കാര്യങ്ങളും പ്രതിഷ്ഠയും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു വരാം. പക്ഷേ ക്യാമറ ഉള്ളിൽ അലൗഡ് അല്ല, അത് ശരിയുമല്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരാം. പിന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു, ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അകത്തൊരു വലിയ ശിവലിംഗമാണ്, 1000 വർഷത്തിലേറെ പഴക്കമുള്ള ശിവലിംഗം. പിന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും സൗത്ത് ഭാഗത്തായിട്ട്, അതായത് തെക്ക് ഭാഗത്തായിട്ട് ദക്ഷിണാമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയും ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്ന പടി നേരെ പോകുന്ന ആ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടെയും കയറി ഒന്ന് അതിന്റെ ഉള്ളിൽ കണ്ട ശിവലിംഗം വലിയ ശിവലിംഗമാണ്. 13 ഫീറ്റ് ഹൈ ആയിട്ടുള്ള ഒരു ശിവലിംഗം. അതിന്റെ സ്റ്റോൺ, അതിന്റെ ആ കല്ല് കൊണ്ടുവന്നിരിക്കുന്ന മധ്യപ്രദേശിലെ നർമ്മദ റിവറിൽ നിന്നാണെന്നാണ് പറയുന്നത്. ആ കല്ല് കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു ഫാലസ് ഷേപ്പിൽ, അതായത് ലിംഗമായിട്ട് മാറ്റിയെടുത്തിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ലിംഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻവല്യൂഷനും എവല്യൂഷനും ചേർന്ന് വരുന്നതാണ് ലിംഗം. പിന്നെ ഇതിനെ ഫാലസ് എന്നും പറയപ്പെടുന്നു. ഫാലസ് ആയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് സ്ത്രീ പുരുഷ സംഗമമാണ് ഈ ശിവലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രോസ്പെറിറ്റി, വെൽത്ത്, നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഇതെന്തായാലും ഒരു ദിവ്യമായ സ്ഥലം. ഈ ബൃഹദേശ്വര ടെമ്പിളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നു. ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏറ്റവും വലുതെന്ന് പറയാൻ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിമാനം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ആ പ്രതിഷ്ഠ ഇരിക്കുന്ന ഭാഗത്തെ ആ ടെമ്പിൾ ടവറാണ്, ആ ഗോപുരമാണ് വിമാനം. അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ വലിയ ശിവലിംഗം, പിന്നെ ഇവിടുത്തെ നന്ദി, വലിയ നന്ദി വിഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുന്ന ഈ നടപ്പാത എന്ന് പറയുന്ന ഒരു കാര്യം, പ്രഹാര എന്നാണ് പറയുന്നത്. ഈ ഭാഗങ്ങൾ ഈ നടന്നു പോകുന്ന പാത്വേ, ഈ പ്രഹാര ഇത്രയും വലുത്, ഇങ്ങനെ ഒരുപാട് നല്ല വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാം ഏറ്റവും വലുതെന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നിച്ചു വരുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ ബൃഹദേശ്വര ടെമ്പിൾ. ഞാൻ ഈ ഇപ്പം നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൃഹദേശ്വര ടെമ്പിളിന്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഒരു കോംപ്ലക്സ് കാര്യം അവിടെ നിന്ന് തുടങ്ങുന്നു ഗോപുരങ്ങൾ. ആ ഗോപുരം തൊട്ട് തുടങ്ങുകയാണ്. അത് കേരളാന്തകൻ ഗോപുരം എന്നാണ് പറയുന്നത്. ആദ്യം കാണുന്ന ഗോപുരത്തിന് കേരളാന്തക ഗോപുരം, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് കേരളത്തിലെ ചേര രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ചോള രാജാക്കന്മാർ വിജയശ്രീ ലാളിതരായി വന്നതിന്റെ സൂചകമായിട്ടാണ് ആ കേരളാന്തകൻ ഗോപുരം കെട്ടിയതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുന്നതാണ് രാജരാജൻ എന്ന് പറയുന്ന പേരിലുള്ള ഗോപുരം, രാജരാജൻ ഗോപുരം. അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്നതാണ് നമ്മുടെ പ്രധാന സാങ്ക്ടം സാങ്ക്ടോറിയം, അതായത് നമ്മളുടെ ഈ ബൃഹദേശ്വര ടെമ്പിളിലെ ശിവലിംഗം ഇരിക്കുന്ന ഭാഗം. അതാണ് പ്രധാനപ്പെട്ട സ്ഥലം. അപ്പോൾ സാധാരണയായിട്ട് അതിന്റെ മുകളിൽ കാണുന്ന ഭാഗത്തിന് ഗോപുരം എന്നല്ല പറയുന്നത്, വിമാന എന്നാണ് പറയുന്നത്. അതായത് ഡയറ്റി ഇരിക്കുന്നതിന്റെ മുകളിൽ കാണുന്ന ഭാഗം. അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രാനൈറ്റ് സ്റ്റോണിലാണ് പണിതിരിക്കുന്നതെങ്കിലും മറ്റു ഗോപുരങ്ങളുടെ എല്ലാം ഒരു ഭാഗം വരെ ഗ്രാനൈറ്റ്, മുകളിലോട്ടുള്ള അലങ്കാരങ്ങൾ ലൈം സ്റ്റോണും സാൻഡും ഉപയോഗിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും കൂടി മിശ്രിതമായിട്ട് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പെയിന്റിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, യാതൊരു പെയിന്റും മറ്റു കാര്യങ്ങളും ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. പിന്നെ ഇതൊരു കെമിക്കൽ വാഷിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് കൃത്യമായി ഈ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സാങ്ക്ടം സാങ്ക്ടോറിയത്തിന്റെ മുകളിൽ കാണുന്നത് ശിഖരം, റൗണ്ട് ഷേപ്പ് പോലെ തോന്നുന്നു, പക്ഷെ റൗണ്ട് ഷേപ്പ് അല്ല. അതിന്റെ മുകളിൽ കാണുന്നതാണ് കലശം. ശിഖരത്തിന്റെ വെയിറ്റ് ആണ് 81 ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 81 ടൺ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. കാര്യം ഇത്രയും ഒരു ചെറിയ വാതിലിൽ കൂടി അല്ലെങ്കിൽ ഒരു എൻട്രൻസിൽ കൂടി ഒരിക്കലും ശിവലിംഗം, ഇത്രയും വലിയ ശിവലിംഗം ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ രാജാവ് എന്തായിരിക്കാം ചെയ്തിരിക്കുക, ആദ്യം ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റുമുള്ള ആ ക്ഷേത്ര കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അതിന്റെ മുകളിലേക്ക് അതിന്റെ ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ്. അകത്ത് ഹോളോ ആണെന്നാണ് പറയുന്നത്, ഉള്ള പൊള്ളയാണ്. അതിനെ ഇങ്ങനെ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് മേളിൽ ഈ ശിഖരവും വെച്ച് കഴിഞ്ഞിട്ട്, അതിന്റെ ഫ്രെയിം ഉണ്ടാക്കിയ ശിഖരവും വെച്ച് കഴിഞ്ഞിട്ടാണ് ചുറ്റും കാണുന്ന ആ വിമാനയുടെ
കൊത്തുപണികളും ആ സ്കൾപ്ചർ വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഒരു ശിഖരം എങ്ങനെയാണ് ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഏതാണ്ട് 7 കിലോമീറ്റർ നീളത്തിന് ഒരു റാമ്പ് ഉണ്ടാക്കി. റാമ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നടപ്പാത മാതിരി ഇങ്ങനെ ചരിച്ച് കിട്ടുന്നതാണ് റാമ്പ്. അത് പടിയല്ല, സ്റ്റെപ്സ് ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ചരിഞ്ഞ് മുകളിൽ വരെ കയറാൻ പറ്റുന്ന റാമ്പ്. 7 കിലോമീറ്റർ ദൂരത്തിലുള്ള റാമ്പ് രാജരാജ ചോളയുടെ അദ്ദേഹത്തിന്റെ അമ്മ താമസിച്ചിരുന്ന വീടിൽ നിന്നും തുടങ്ങുന്ന ആ വഴിയിലൂടെയാണ് ഈ റാമ്പ് സഞ്ചരിച്ചതെന്നും പറയപ്പെടുന്നു. ആ റാമ്പ് ഇവിടെ വരെ വരുമായിരുന്നു. ആ റാമ്പിലൂടെ ആനയുടെ സഹായത്തോടെ കല്ല് പോലെ ഒരു റോളർ കടിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ തള്ളി 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 ഇതിന്റെ മേളറ്റം വരെ കൊണ്ടുപോയി എന്ന് പറയുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആ ശിഖരം സ്ഥാപിക്കുന്നു. അതിലെ കൊത്തുപണികളും ഒക്കെ ചെയ്ത് അപ്പോൾ ആ ഫ്രെയിമെല്ലാം ആയിക്കഴിഞ്ഞല്ലോ. പിന്നെയാണ് ആ വിമാനയുടെ ബാക്കി പണിയെല്ലാം ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര ഒരു ആർക്കിടെക്ചറൽ മാവലാണ്. ബൃഹദേശ്വര ടെമ്പിൾ എന്നുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയം, ഇതിന്റെ ഈ ഒരു ആർക്കിടെക്ചറൽ മാവലിന്റെ അതിന്റെ ഒരു ഒരു സ്കെലിറ്റൻ, അതെങ്ങനെയാണ് ഈ വിമാനം, എങ്ങനെയാണ് ഈ ഗർഭഗൃഹ, ഇതിനെക്കുറിച്ചൊരു ഏകദേശ ചിത്രം നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ കണ്ടു നടക്കുകയാണ്. കൂട്ടത്തിൽ ഒരു സ്കെലിറ്റൻ പിക്ചർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാര്യങ്ങൾ. ഈ കാണുന്നതാണ് ശിവലിംഗം, വലിയ ശിവലിംഗം, ഗർഭഗൃഹ. ഇതാണ് സാങ്ക്ടം സാങ്ക്ടോറിയം. അതിൻ്റെ മുകളിലൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് മുകളിലേക്ക് കാണുന്ന ഈ ഭാഗം മുഴുവൻ ഹോളോ ആണ്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ശിവലിംഗം സ്ഥാപിക്കുന്നു, അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോൾ സീലിംഗ് വെച്ചിട്ട് ഈ ഒരു പോർഷൻ അകത്തെല്ലാം ഹോളോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കണ്ടില്ലേ, ഇതാണ് ശിഖരം. ഈ ഭാഗം ശിഖരത്തിൻ്റെ മുകളിൽ കാണുന്നതാണ് കലശ ഈ രീതിയിൽ. പിന്നെ ഇത് കാണുന്ന ഭാഗങ്ങളെല്ലാം വിമാനയുടെ കൊത്തുപണികളും സ്കൾപ്ചർ വർക്കും എല്ലാം ഈ ഭാഗങ്ങളിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ശ്രീ ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂരിലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിൽ കാണുന്ന ക്ലോയിസ്റ്റർ മണ്ഡപം എന്ന് പറയും. ക്ലോയിസ്റ്റർ മണ്ഡപം ഇതിങ്ങനെ ഒരു മണ്ഡപം മാതിരി, പിന്നെ കുറെ പില്ലേഴ്സും ഇൻസ്ക്രിപ്ഷൻസും അങ്ങനെ എല്ലാത്തിലും തമിഴ് ലിപികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. 36 സബ്സ്ട്രൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഉപദൈവങ്ങൾ വെച്ചിട്ടുണ്ട്. സബ്സിഡിയറി ഡൈറ്റീസ്, അഷ്ടദിക്പാലകന്മാര്, പരിവാര ദേവദാസ്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ട്. മണ്ഡപത്തിന് 3 മൈനർ ഡോർവേസ് ഉണ്ട്, സൗത്ത്, നോർത്ത്, വെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടില്ലേ, ഇവിടെ എല്ലാ ഇൻസ്ക്രിപ്ഷൻസ്, എല്ലാ ചുവരുകളിലും ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിൽ ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന ഡാൻസേഴ്സിനെ കുറിച്ച്, അവർ താമസിച്ചിരുന്ന സ്ഥലത്തിനെ കുറിച്ച്, ഇതെല്ലാം തന്നെ ഇങ്ങനെ ഈ വാൾസിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മറാത്ത റൂളർ സറോബ്ജി ആണ് ഇവിടെ ഒരു 108 ശിവലിംഗങ്ങളും ഈ മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 108 ശിവലിംഗങ്ങൾ മറാത്ത പീരീഡിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മറാത്ത റൂളറായിട്ടുള്ള സറബ്ജിയുടെ ലെങ്തിയസ്റ്റ് ഒരു മറാത്ത ഇൻസ്ക്രിപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഒരു ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, എന്നാലും പല രൂപത്തിലും പല പേരുകളിലും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യത്തിനും ആദ്യം നമ്മൾ തുടങ്ങുന്ന ഗണപതി ഭഗവാനില്ല. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന പ്രതിഷ്ഠ ഗണപതി ഭഗവാൻ. ഈ രീതിയിലാണ് പ്രാർത്ഥിക്കുവാൻ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. നൂറ്റിയെട്ട് ലിംഗങ്ങളാണ്, ശിവലിംഗങ്ങൾ. ഇതും ഇവിടെ വെച്ചിട്ട്, ഇത് മറാത്ത റൂളറുടെ പീരീഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സർഫോജി 2 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ക്ലോയിസ്റ്റർ ഹോളിലെ വിശേഷങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഒരു ശിവലിംഗം, ഇങ്ങനെ കുറേ ഉപദൈവങ്ങളും അല്ലാതെ തന്നെയുള്ള ഡൈറ്റീസ്, ഇവിടെയും ശിവലിംഗം, കുറേ പെയിന്റിങ്സ്. ഇതെല്ലാം നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന പെയിന്റിങ്സ് ആണ്. വെജിറ്റബിൾസിൽ നിന്നുമൊക്കെ ഉണ്ടാക്കുന്ന കളേഴ്സ്. ഈ ശിവലിംഗത്തിന്റെ തൊട്ട് മുകളിൽ കാണുന്ന ചിത്രമാണ് പാർവതി ദേവിയുടെയാണ്. പക്ഷേ ഒരു സംഹാര രൂപത്തിലാണ്. ദുർഗ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു കാളിയുടെ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. മനോഹരമായ പെയിന്റിങ്സ് അല്ല ഇവിടെ എല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് ഈ ക്ലോയിസ്റ്റർ ഹോളിലെ വിശേഷങ്ങൾ. ഇങ്ങനെ ദൈവങ്ങളെല്ലാം കണ്ട് പിക്ചേഴ്സും കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും വലിയ ശിവലിംഗങ്ങൾ കാണാം. ഇവിടുത്തെ പെയിന്റിംഗ് നോക്കൂ. ഗണപതി ഭഗവാൻ ഇമാജിനറി ഭാര്യമാരുമായിട്ടിരിക്കുകയാണ്, സിദ്ധി ആൻഡ് ബുദ്ധി ആയിട്ടിരിക്കുന്നത്. സങ്കല്പത്തിലെ ഭാര്യമാരുമായിരിക്കുന്ന ചിത്രം. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി വള്ളി ദേവയാനിമാരുമായിരിക്കുന്ന ചിത്രം, ഭാര്യമാരുമായിട്ട്. പിന്നെ ഇതിന്റെ ഇപ്പുറത്ത് കാണുന്ന ശിവനും പാർവതിയും കണ്ടില്ലേ, ഇതും ശിവപാർവതിമാരാണ്, പക്ഷെ മറാത്ത കോസ്റ്റ്യൂമിലാണ്. ഇത് മറാത്ത പീരീഡിൽ ഉണ്ടാക്കിയ പെയിന്റിങ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മറാത്ത കോസ്റ്റ്യൂമിലിട്ടിട്ട് കണ്ടില്ലേ, മറാത്താസിന്റെ ചിഹ്നമായ വാള്, പരിച, ഇങ്ങനെയെല്ലാം അതിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരു മറാത്ത ഡ്രസ് ഇട്ടിട്ടുള്ള രാജാവിന്റെയും റാണിയുടെയും വേഷത്തിലിരിക്കുന്ന ശിവപാർവതിമാർ.
തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡാണ്. ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം. റൈസ് ബൗൾ ഓഫ് തമിഴ്നാട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഴ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വരൾച്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മഴ കിട്ടാനായിട്ട് വരുണ ഭഗവാനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ കാണുന്ന പ്രതിഷ്ഠ വരുണ ഭഗവാന്റെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വരുണ ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ സാൻഡൽവുഡ്, അതായത് ചന്ദനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ, ഈ പ്രതിഷ്ഠ മുഴുവൻ തേച്ചു പിടിപ്പിക്കുന്നു, പൂശുന്നു. അതിൽ ആ വിഗ്രഹം ഇങ്ങനെ തണുക്കും. അത് കഴിയുമ്പോൾ മഴ വരും എന്നാണ് പറയുന്നത്.